അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്നൊരു ഇമ്പാക്റ്റിലേക്ക്. റിപ്പോർട്ടർ ഇമ്പാക്റ്റ്. ഒരു വർഷമായി പൊളിഞ്ഞു കിടന്നിരുന്ന കൊച്ചി തമ്മനം പുല്ലേപ്പിടി റോഡിലെ കുഴികൾ അടച്ചു. കത്രിക്കടവ് ഭാഗത്ത് റോഡ് ടാർ ചെയ്തിരിക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. നിതിൻ സേവ്യർ സ്ഥലത്തുണ്ട്. നിതിൻ സേവ്യർ, മരണം പതിയിരിക്കുന്ന കുഴികളെ കുറിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ റോഡ് വൃത്തിയായോ? വൃത്തിയുള്ള സ്ഥലത്താണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. നിതിൻ സേവ്യർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും റോഡ് വൃത്തിയായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വാർത്ത ചെയ്തപ്പോൾ, ഈ വാർത്തയുടെ ലൈവ് ചെയ്തപ്പോൾ 5 ദിവസമേ ആയിട്ടുള്ളൂ. ഈ റോഡിന്റെ നടുക്ക് നിന്നാണ് നമ്മൾ ഈ വാർത്ത ചെയ്തത്. കാരണം നമുക്ക് വളരെ സുരക്ഷിതമായി, വളരെ സൗകര്യപ്രദമായി തന്നെ ഈ റോഡിന്റെ നടുക്ക് നിന്ന് നമുക്ക് വാർത്ത ലൈവ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഈ റോഡിന്റെ നടുക്ക് കൂടി വാഹനങ്ങളൊന്നും ഓടില്ലായിരുന്നു. ഈ റോഡിന്റെ സൈഡിൽ കൂടി, അതായത് 2 വശത്തും ചെറിയ തോതിൽ കുറച്ച് ടാറായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അതുവഴിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു ചെറിയ സർവീസ് റോഡ് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുവഴിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. വലിയ തോതിലുള്ള തിരക്കുണ്ടായിരുന്നു. പൊടി വലിയ തോതിൽ ഈ സമീപത്തെ വീടുകളിലേക്കൊക്കെ പൊടി അടിച്ചു കയറുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി. നമ്മൾ വാർത്ത ചെയ്തത് 1 വർഷം ആയി എന്നാണ്. പക്ഷേ ഇവിടുത്തെ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ കടയിട്ടിരിക്കുന്നത്, ഒരു തേപ്പട ഇട്ടിരിക്കുന്ന ചേട്ടനുണ്ട്. ചേട്ടൻ നമ്മളോട് പറയുന്നത് 3 വർഷമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടെന്നാണ്. ഏതായാലും വലിയ സന്തോഷം ഈ ടാർ ചെയ്തതിൽ ആളുകൾക്കുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ ഈ സമീപത്തെ തേപ്പട ഇട്ടിരിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എത്ര കാലം ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പം 3ാമത്തെ വർഷമാണ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു, പക്ഷെ ആരും ചെയ്തില്ല. ഇന്ന് ചെയ്തപ്പോൾ റെസ്റ്റോറൻറ്റ് ഒക്കെ പൊടിയായിരുന്നേ കട മൊത്തം. ഈ ഭയങ്കരമായി, കാരണം നിങ്ങളിപ്പം ഒരുപാട് വെള്ള ഷർട്ടൊക്കെ തേക്കുന്ന ആളുകളാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പൊടിയടിച്ച വലിയ ബുദ്ധിമുട്ടല്ലേ ഉണ്ട്? അതെ, ആൾക്കാർ കസ്റ്റമർ വന്നിട്ട് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ വലിയ തോതിലുള്ള ബ്ലോക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും സന്തോഷമായി. ഇപ്പൊ സന്തോഷമായി. ഏതായാലും ഡോക്ടർ അരുൺകുമാർ, ഈ പ്രദേശവാസികൾക്ക് ഈ സമീപത്തെ കടകളൊന്നും രാവിലെ ആയതുകൊണ്ട് തുറന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെയൊക്കെ സന്തോഷം നമുക്ക് കാണിക്കാമായിരുന്നു. ഈ സമീപത്തെ വീട്ടുകാർക്കും ഒക്കെ വലിയ സന്തോഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ ഇപ്പോൾ വളരെ സുന്ദരമായൊരു റോഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു, മുഴുവൻ കുഴിയായിരുന്നു. ഒരു തരത്തിലും വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ഒന്ന്, വാഹനങ്ങൾ ആ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ വാഹനങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടാവും. സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒപ്പം വലിയ തോതിലുള്ള പൊടി, തിരക്ക്, പ്രത്യേകിച്ച് ഈ പ്രവൃത്തി ദിവസങ്ങളിൽ പകൽ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഓഫീസ് ടൈം കഴിയുമ്പോഴൊക്കെ ആണെങ്കിൽ വലിയ തോതിലുള്ള ബ്ലോക്കാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തമ്മനത്തേക്ക് പോകുന്ന, ടൗണിൽ നിന്നും പ്രധാനമായും ആളുകൾ ആശ്രയിക്കുന്നൊരു റോഡാണിത്. പുല്ലേപ്പടിയിൽ നിന്നും കത്രിക്കട വഴി തമ്മനത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. ആ റോഡാണ് കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഒരു തരത്തിലും ഒരു പണിയും നടക്കാതെ കിടക്കുന്നത്. ജനപ്രതിനിധികൾക്കടക്കം പലതവണ ഇവിടെയുള്ള ആളുകൾ പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഒരു നടപടിയും എടുത്തിരുന്നില്ല. ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്നലെ രാത്രി അവർ ഈ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമീപ പ്രദേശത്തുമൊക്കെ ഉണ്ടായിരുന്ന എല്ലാ കുഴികളും അടയ്ക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും 1 വർഷമായി പൊളിഞ്ഞു കിടന്നിരുന്ന കൊച്ചി പുല്ലേപ്പിടി റോഡിലെ കുഴികൾ അടച്ചിരിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ആ നടപടിക്ക് അഭിവാദ്യങ്ങളും സ്നേഹവും നേരുന്നു. തീർച്ചയായിട്ടും 3 വർഷമായിട്ട് പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. വാർത്ത വന്ന് ജനങ്ങളുടെ കഷ്ടപ്പാടറിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അധികാരികളെത്തി റോഡ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വേണം, ഒരു പരാതി ഉയർന്നാൽ ആ സമയത്ത് തന്നെ അതിന് പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഹാൻഡ്സ് ഓഫ് യു സർ.